ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, ഏവർക്കും രക്ഷകനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധ സഭയായി നോമ്പിൻ്റെ പരിസമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് വലിയ ഒരു ഉത്സവമാണ്. പ്രാർത്ഥനയിലൂടെയും അനുതാപത്തിലൂടെയും ദൈവികമായ ആനന്ദം കണ്ടെത്തുന്ന ഒരു മഹോത്സവത്തിൻ്റെ അനുഭവത്തിലേക്കാണ് പരിശുദ്ധ നോമ്പിലൂടെ നാം യാത്ര ചെയ്യുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപ, ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ അവൻ അനുഷ്ഠിക്കേണ്ട ഒരു സാധനയാണ് പരിശുദ്ധമായ നോമ്പ്. ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള ചവിട്ടുപടികളാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്നത്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് ഓരോ പടികൾ ചവിട്ടിക്കയറി ദൈവികമായ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനുള്ള ദിനങ്ങൾ. ആ ക്രൂശിൻ്റെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ പിറവിയിലെ കണ്ണില്ലാതിരുന്ന കുരുടനായ ഒരു മനുഷ്യനെ യേശുതമ്പുരാൻ സൗഖ്യമാക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായ വേദഭാഗം. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. യേശുതമ്പുരാൻ യെരുശലേമിൽ നിന്ന് മടക്കയാത്ര ചെയ്യുമ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കാണുകയും അവൻ്റെ കണ്ണിൽ ചെളി കുഴച്ച് കണ്ണിൽ തേച്ച് അവനോട് ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുകയും അവൻ ശീലോഹാം കുളത്തിൽ പോയി കഴുകി കാഴ്ച പ്രാപിക്കുന്ന അനുഗ്രഹീതമായ ഒരു സൗഖ്യദാനത്തിൻ്റെ ശുശ്രൂഷയാണ് ഇന്നത്തെ വേദഭാഗം. ഈ വേദഭാഗത്തിലൂടെ നാം സമർപ്പിതരാകുമ്പോൾ യേശുതമ്പുരാൻ നമ്മോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനായിത്തീരും. ദൈവം മനുഷ്യനായി ഈ ലോകത്ത് അവതരിച്ചത് അന്ധതമസിലിരിക്കുന്നവർക്ക് വെളിച്ചം പകരുവാനും അസത്യത്തിൽ നിന്നും അവരെ സത്യത്തിലേക്ക് നയിക്കുവാനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാനും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുവാനുമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യമാണ് ഇന്നത്തെ ഈ സൗഖ്യദാനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൂശിലേക്കുള്ള യാത്രയിൽ കണ്ട ഈ കുരുടന് യേശുതമ്പുരാൻ കാഴ്ച നൽകുന്നതിൽ കൂടി ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥമായ ധർമ്മവും കർമ്മവും എന്താണെന്ന് യേശുതമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ശാരീരികമായി ബലഹീനനായ മനുഷ്യൻ, സാമ്പത്തികമായി തകർന്ന മനുഷ്യൻ, മതപരമായി ഒറ്റപ്പെട്ട മനുഷ്യൻ, സാമൂഹികമായി ഒറ്റപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ബലഹീനനായിരുന്ന ഒരാൾ, അതായത് ഈ കുരുടൻ യഥാർത്ഥമായ ശിഷ്യത്വത്തിൻ്റെ നവമാതൃക നമുക്ക് കാട്ടിത്തരികയാണ്.
ആ ക്രൂശിൻ്റെ മർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീരുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധമായ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ നോമ്പിലൂടെ ഒരു തീർത്ഥാടനമായി നമ്മൾ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചോദ്യം ഈ തിരുവചനം നമ്മോട് ചോദിക്കുകയാണ്: ഇന്ന് ഞാനും എൻ്റെ ക്രിസ്തുവും തമ്മിലുള്ള അകലം എത്രയാണ്? ഞാൻ ക്രിസ്തുവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുവോ അതോ ഞാൻ ക്രിസ്തുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണോ? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഐഡിയൽ ആൻഡ് ദ ആക്ച്വൽ, ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും എന്നാൽ എൻ്റെ ക്രിസ്തുവിൽ ഞാൻ ആയിത്തീരേണ്ട അവസ്ഥയും തമ്മിൽ എന്തുമാത്രം അകലമുണ്ട്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐഡിയൽ ആൻഡ് വിത്ത് ദ ആക്ച്വൽ. ക്രിസ്തുവിൽ ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് എത്ര ദൂരം നമുക്കുണ്ട് എന്ന് നമ്മോട് തന്നെ ചോദിക്കാം. ഈ വേദഭാഗത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ ഈ വേദഭാഗം നമുക്ക് നൽകുന്ന 4 സന്ദേശങ്ങളാണ് ഇന്നത്തെ അല്പസമയത്തെ തിരുവചനത്തിനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അത് 4 ചോദ്യങ്ങളായിക്കൊള്ളട്ടെ. ഒന്നാമത്തെ ചോദ്യം: ആരാണ് കുരുടൻ? ഞാൻ കാഴ്ചയുള്ളവനോ അതോ ഞാൻ കുരുടനാണോ? ബാഹ്യമായ കണ്ണില്ലാതിരുന്ന ഒരു മനുഷ്യനെ നമ്മൾ കുരുടൻ എന്ന് വിളിക്കുന്നു. 2 കണ്ണുകളും ഉള്ളതായ നാം സ്വയം കാഴ്ചയുള്ളവരാണെന്ന് അഭിമാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ കണ്ണില്ലാത്തവൻ ആണോ കാഴ്ചയുള്ളത് അതോ 2 കണ്ണും ഉള്ളവരായ നമ്മളാണോ കാഴ്ചയുള്ളത്? വിശുദ്ധ വേദപുസ്തകത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദോഥാനിൽ താമസിച്ചിരുന്ന എലീശ പ്രവാചകൻ്റെ അവനെ പിടിച്ചുകൊണ്ടു പോകുവാൻ തക്കവണ്ണം അരാം രാജാവ് പടക്കൂട്ടത്തെ അയച്ചപ്പോൾ എലീശ പ്രവാചകൻ്റെ ശിഷ്യനായ ഗേഹസി പ്രവാചകനോട് പറയുകയാണ്: അല്ലയോ യജമാനനെ, അരാം രാജാവിൻ്റെ പടക്കൂട്ടം നമ്മെ വളഞ്ഞിരിക്കുന്നു, നാം ഇനി എന്തു ചെയ്യും? ഈ 2 കണ്ണുകൾ, ബാഹ്യമായ കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് ഗേഹസിക്ക് അരാം രാജാവിൻ്റെ പടക്കൂട്ടത്തെ കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇവൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് എലീശ പ്രവാചകൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്: ദൈവമേ, യഥാർത്ഥമായ കാഴ്ച കാണുവാൻ തക്കവണ്ണം ഇവൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗേഹസിയുടെ കണ്ണ് ദൈവം തുറന്നു. അവൻ എലീശ പ്രവാചകന് ചുറ്റും നിൽക്കുന്ന അഗ്നിരഥങ്ങളും ദൈവദൂതന്മാരെയും കണ്ട് പറയുകയാണ്: യജമാനനെ, നമ്മോട് കൂടെയുള്ളവർ അവരോടുകൂടെ ഉള്ളവരേക്കാൾ എത്രയോ അധികമാകുന്നു. 2 കണ്ണ് ഉണ്ടായിട്ടും കാണാൻ കഴിയാത്തതായ ആ ദൈവികമായ രഹസ്യം ഉൾക്കണ്ണുകളെ തുറന്നപ്പോൾ ഗേഹസിക്ക് കാണുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ നമ്മളുടെയും യഥാർത്ഥമായ അവസ്ഥ? 2 കണ്ണുള്ളവരുണ്ട് എന്ന് അഭിമാനിക്കുന്നു എങ്കിലും യഥാർത്ഥമായ ആത്മീയമായ ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ ദൈവികമായ മർമ്മങ്ങളെ കാണുവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു ദിവസം യേശു തമ്പുരാൻ്റെ അടുക്കൽ ഒരു ധനികനായ പ്രമാണി വന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഒരു പ്രമാണിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു: നല്ലവനായ ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു തമ്പുരാൻ കുറേയേറെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. നീ കൽപ്പനകളെ പ്രമാണിക്കണം എന്നൊക്കെയും പറഞ്ഞു. അവൻ പറഞ്ഞു: ഇതെല്ലാം ഞാൻ എൻ്റെ ബാല്യം മുതലേ ആചരിച്ചു വരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു: എന്നാൽ ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം. അവൻ നിത്യജീവനെ കാണുവാനായിട്ട് കടന്നു വന്നു എങ്കിലും അവൻ്റെ സമ്പത്ത് മൂലം അവൻ കുരുടനായിരുന്നതുകൊണ്ട് അവൻ നിത്യജീവനെ അവകാശമാക്കുവാൻ കാക്ഷിക്കാതെ മടങ്ങിപ്പോയി.
പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമ്പത്ത്, ലൗകികമായ സന്തോഷങ്ങൾ, ദൈവികമായ നന്മകളെ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മെ കുരുടരാക്കി തീർക്കുന്നുവോ എന്ന് നാം സ്വയം ആത്മപരിശോധന നടത്തേണ്ടതായ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ വേദഭാഗം നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ 2-3 കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെയുണ്ടായിരുന്ന ന്യായശാസ്ത്രിമാരുമൊക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുരുടനെ കണ്ടപ്പോൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഇത് ഇവൻ ചെയ്ത പാപം കൊണ്ടോ ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജീവിതത്തിൽ സങ്കുചിതമായ ചിന്ത കടന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ സങ്കുചിതമായി നോക്കുവാനും കാണുവാനുമുള്ള അവസ്ഥ, മനസ്സ് എന്നിലുണ്ട് എങ്കിൽ ഞാനൊരു കുരുടനാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ വിഷമതകളെ മനസ്സിലാക്കുകയല്ല, അതിനപ്പുറമായിട്ട് അതിനെ വിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഞാനും നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ഇവനെപ്പോലെ അതിലപ്പുറമായ ഒരു കുരുടിൻ്റെ അനുഭവമല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്? രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ഇവനാണ് ഈ കുരുടനായ മനുഷ്യന് കാഴ്ച കൊടുത്തത് എന്ന് വ്യക്തമായി അറിയാവുന്ന പരീശന്മാരും മഹാപുരോഹിതന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അവരുടെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി സത്യം മറച്ചുവെച്ച് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നീതിയെ അട്ടിമറിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യം എന്തെന്നറിയാമായിരുന്നിട്ടും, നീതി ശരി എന്താണെന്നറിയാമായിരുന്നിട്ടും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം അതിനെ മറച്ചുവെച്ച് ജീവിക്കുന്നവരാകുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും ഒരു കുരുടനല്ലേ? മൂന്നാമതായിട്ട് മറ്റൊരു കൂട്ടരെ കാണാം. ഈ കുരുടനായ മനുഷ്യൻ്റെ മാതാപിതാക്കൾ അവരെ വിളിച്ച് ചോദിച്ചു, ഇവൻ ജന്മനാ കുരുടനാകുന്നുവല്ലോ, നിങ്ങൾക്കറിയാമോ? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കട്ടെ. സത്യം പറഞ്ഞാൽ അത് തങ്ങൾക്ക് ഒരു ദോഷമായി ഭവിക്കും എന്ന് വിചാരിച്ചു ഭയം കൊണ്ട് നന്മയെ, സത്യത്തെ മറച്ചു വയ്ക്കുന്ന ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടല്ലേ യേശുവിൻ്റെ കഷ്ടാനുഭവ രാത്രിയിലും താൻ സത്യം തുറന്നു പറഞ്ഞാൽ തനിക്ക് ഒരുപക്ഷെ മരണം വരെ ഉണ്ടാകാം, ബന്ധനസ്ഥനാക്കാം എന്ന് ചിന്തിച്ച് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ, ഞാനവനെ അറിയുന്നില്ല, ഞാനവനെ കണ്ടിട്ടു പോലുമില്ല. പ്രിയമുള്ളവരെ, ഭയം കൊണ്ട് സത്യം മൂടി വയ്ക്കുന്നവരാണെങ്കിൽ ഞാനും ഇവനെപ്പോലെ ഒരു കുരുടനല്ലേ? പാപത്തോടുള്ള ആസക്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ പാപം എന്നെ കുരുടനാക്കുന്നില്ലേ? എൻ്റെ അഹങ്കാരം, എൻ്റെ ധാർഷ്ട്യം, എൻ്റെ കോപം, എൻ്റെ അസൂയ, ഇതൊക്കെ ഒരു മനുഷ്യനെ കുരുടനാക്കുന്നതായ അവസ്ഥയാണ്. ഈ കുരുടായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും സത്യവെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ലോകരക്ഷകനായ സത്യപ്രകാശമായ മശീഹ തമ്പുരാൻ, ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പലപ്പോഴും ഈ ഹൃദയത്തിൽ മൂടിയിരിക്കുന്ന ഈ സ്വാർത്ഥതയുടെയും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും സ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് അഴിഞ്ഞു വീഴുമ്പോൾ അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അവിടെ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ വലിയ വടവൃക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു വലിയ വൃക്ഷമായി ഒരു സ്ഥലം മുഴുവനും അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ ഒരു കൊച്ചു പുല്ല് പോലും അവിടെ കിളിർത്ത് വരില്ല. കാരണം ആ വൃക്ഷം ഇങ്ങനെ ഇലകൾ പടർന്നിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. അതുമൂലം ഒരല്പം പോലും സൂര്യകിരണങ്ങളെ, പ്രകാശത്തെ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒന്നും മുളച്ചു വരില്ല. എന്നാൽ ഒരു ദിവസം വലിയ ഒരു കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഈ വലിയ വടവൃക്ഷം കടപുഴുകി വീണു.
1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നിന്നതായ സ്ഥലത്ത് ചെറിയ പുൽച്ചെടികൾ, പുൽനാമ്പുകൾ കിളിർത്ത് വരുന്നതായി കണ്ടു. ചില വടവൃക്ഷങ്ങൾ പിഴുതു വീണെങ്കിൽ മാത്രമേ ചില പുൽച്ചെടികൾക്ക്, പുൽനാമ്പുകൾക്ക് വളർന്നു വരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. യേശുവാകുന്ന കൊടുങ്കാറ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മളുടെ ചില മൂടുപടങ്ങൾ, നമ്മൾ ഇന്ന് ധരിച്ചിരിക്കുന്നതായ നമ്മളുടേതായ ചില സ്വാർത്ഥഭാവങ്ങൾ നമ്മിൽ നിന്ന് അടർന്നു വീണെങ്കിൽ മാത്രമേ യഥാർത്ഥമായ രക്ഷകനെ, ദൈവികമായ പ്രകാശത്തെ കാണുവാനും ആത്മീകമായി വളരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിലിൻ്റെ അനുഭവത്തിൽ നിന്ന്, ദൈവം അവനെ പിടിച്ച അനുഭവത്തിൽ നിന്ന് ശൗലിനെ കാണുവാനായിട്ട് അനന്യാസ് എന്ന പുരോഹിതനെ ദൈവം തമ്പുരാൻ അയക്കുകയാണ്. അനന്യാസ് അവിടെ ചെന്ന് ശൗലിൻ്റെ തലയിൽ കൈവച്ചപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു ചെതുമ്പൽ പോലെ ഒരു പടലം താഴെ വീണു. അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതായ ശൗലിൽ നിന്നും ദൈവവചനം പ്രഘോഷിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി അനേകരെ നേടുന്ന പൗലോസായി രൂപാന്തരം പ്രാപിച്ചു. ഈ ഒരു രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ പാപത്തിൻ്റേതായ ചെതുമ്പലിൻ്റെ പടലങ്ങൾ നമ്മിൽ നിന്ന് കപടഭക്തിയുടെ മൂടുപടങ്ങൾ താഴെ വീണെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുതമ്പുരാൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്രയായി. അവർ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുതമ്പുരാൻ അവരോടൊപ്പം നടന്നു. അവരുടെ ഭവനത്തിൽ എത്തിച്ചേരാറായപ്പോൾ അവരോടൊപ്പം രാപാർക്കുവാനായിട്ട് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. യേശുതമ്പുരാൻ അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവർ പറയുകയാണ്, അവൻ നമ്മോടൊപ്പം നടന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ, ആരാധനയുടെ അനുഭവത്തിലൂടെ ദൈവത്തെ കാണുവാനും ദൈവസന്നിധിയിലേക്ക് ഒരു മടക്കയാത്ര ചെയ്യുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ തിരിച്ച് അന്ന് തന്നെ, ആ നിമിഷം തന്നെ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവം, രൂപാന്തരത്തിൻ്റെ അനുഭവം, റിട്ടേൺ, റിന്യൂവൽ ആൻഡ് ട്രാൻസ്ഫർമേഷൻ, ഒരു മടക്കം, ഒരു പുതുക്കം, ഒരു രൂപാന്തരം, ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാനാണ് ഈ വചനത്തിലൂടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്നതായ ഒരു സന്ദേശം, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ കാരണം ചെയ്യുന്നവരാണോ അതോ ആശ്വാസം പകരുന്നവരാണോ നമ്മൾ? ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെ കൂടിയിരുന്നവരുടെയും ചിന്താഗതികൾ, അവർ ഈ മനുഷ്യൻ കുരുടനായി തീരുവാനുള്ള കാരണം അന്വേഷിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് അവരുടെ ചർച്ച. എന്നാൽ ഈ കുറവുള്ള മനുഷ്യനെ കണ്ടിട്ട് അവൻ്റെ കുറവുകളെ നികത്തി ആശ്വാസം കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിച്ചത്. പാപികളുടെയും വേദനിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കുന്നവരുടെയും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടവരുടെയും ഒക്കെ അത്താണിയായി, ആശ്രയമായി, ആശ്വാസമായി യേശുതമ്പുരാൻ മാറുമ്പോൾ പലപ്പോഴും കർത്താവിനോട് കൂടെ നിൽക്കുന്നവരായ ഞാനും നിങ്ങളുമൊക്കെ കാരണം കണ്ടെത്തി എന്തുകൊണ്ട് ഇവന് സംഭവിക്കുന്നു എന്ന് കാരണം ചെയ്യുന്നവരായിട്ട് ഞാനും നിങ്ങളും മാറുന്നവരാണോ? അങ്ങനെയാകുവാനായിട്ടല്ല, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 4 ചെറുപ്പക്കാർ ഒരു പക്ഷപാതക്കാരനായ രോഗിയെ ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഇറക്കി വയ്ക്കുന്നു. നമ്മളുടെ സാന്നിധ്യവും നമ്മളുടെ പ്രവർത്തനവും നമ്മളുടെ പ്രാർത്ഥനയുമൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുമ്പോഴാണ് എൻ്റെ ആരാധനയും എൻ്റെ പ്രാർത്ഥനയുമൊക്കെ ദൈവപ്രസാദമുള്ളതായി തീരുന്നത്. അല്ല എങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലാതെയായി തീരും. നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ട്
എൻ്റെ പിതാവായ ദൈവം മഹത്വപ്പെടുവാൻ കാരണമായി തീരണം. ഇന്ന് നമ്മളൊക്കെ നോമ്പിലൂടെ കടന്നു പോവുകയാണ്, ഉപവാസത്തിലൂടെ കടന്നു പോവുകയാണ്, പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കൊണ്ടും ഈ നോമ്പ് കൊണ്ടും മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടുവാനായിട്ട് കാരണമായി തീരുന്നുണ്ടോ? അതോ അവരുടെ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി സ്വയം ആശ്വാസം കണ്ടെത്തുന്നവരാണോ ഞാനും നിങ്ങളുമൊക്കെ? അങ്ങനെയാകുവാനല്ല. മറ്റുള്ളവർക്ക് നമ്മളുടെ സാമീപ്യവും നമ്മളുടെ പ്രാർത്ഥനയും ആശ്വാസമായി തീരണം. കർത്താവിൻ്റെ അമ്മ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെന്നു. അമ്മ അവിടെ ഒരു മധ്യസ്ഥത അർപ്പിക്കുകയാണ് യേശുവിനോട്. കർത്താവേ, ഇവർക്ക് വീഞ്ഞില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ദൈവം മുൻപാകെ സമർപ്പിക്കുന്ന മധ്യസ്ഥരായി ഞാനും നിങ്ങളും മാറണം. അവിടെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു പരത്തിയതല്ല കർത്താവിൻ്റെ അമ്മ മറിയം. ആരും അറിയാതെ അവൾ കർത്താവിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ജീവിത വേദനകളും വ്യഥകളും പറഞ്ഞു പരത്തുന്ന, അതിൽ സംതൃപ്തി അടയുന്ന ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും മാറാതെ എൻ്റെ സാമീപ്യം മൂലം, എൻ്റെ പ്രാർത്ഥന മൂലം അവർക്ക് ആശ്വാസം കണ്ടെത്തുവാനുള്ള മധ്യസ്ഥത എൻ്റെ കർത്താവിനോട് അർപ്പിക്കുവാൻ തക്കവണ്ണം ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവിൻ്റെ അമ്മ അവരോട് പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ. ദൈവത്തിലുള്ള പൂർണ്ണമായ അനുസരണത്തോടുകൂടി നമ്മളുടെ ജീവിതത്തെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിക്കുമ്പോൾ അവിടെ പച്ചവെള്ളം വീഞ്ഞായിത്തീരും, അവിടെ ഇരുട്ട് പ്രകാശമായി തീരും, അന്ധകാരം വെളിച്ചമായി തീരും, അജ്ഞത വിജ്ഞാനമായി തീരും. അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഈ ആത്മീകമായ നോമ്പിലൂടെ നാം പ്രാപിക്കേണ്ടതായ രണ്ടാമത്തെ അവസ്ഥ. അതായത് നമ്മൾ കാരണം ചെയ്യുന്നവരാകാതെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായി തീരണം. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്ത, ഈ പ്രപഞ്ചത്തിൻ്റെ നവീകരണത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള പങ്കെന്താണ്? നമ്മളിങ്ങനെ മാറി നിൽക്കുന്നവരാണോ, അതോ പ്രപഞ്ചത്തിൻ്റെ നവീകരണത്തിൽ ദൈവത്തോടൊപ്പം സജീവമായ പങ്കാളിത്തമുള്ളവരാണോ ഞാനും നിങ്ങളും? കണ്ണില്ലാതിരുന്നിടത്ത് ചെളി കൊണ്ട് കണ്ണുണ്ടാക്കി അവൻ്റെ കണ്ണിൽ വെച്ചു. അതോടുകൂടി യേശുതമ്പുരാൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്, ആദിയിൽ ചെളി കൊണ്ട് ഞാൻ ആദാമിനെ ഉണ്ടാക്കി ജീവൻ കൊടുത്ത അതേ ദൈവം തന്നെയാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വീണ്ടും അവനോട് പറയുകയാണ്, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. പ്രപഞ്ചത്തെ മുഴുവനും കഴുകി നവീകരിക്കുവാൻ വേണ്ടി വന്ന ദൈവപുത്രനാണ് ഞാൻ, ആ സൃഷ്ടിതാവായ ദൈവം തന്നെയാണ് ഞാൻ എന്ന് യേശുതമ്പുരാൻ ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ രീതിയിൽ നിനക്ക് സൗഖ്യമാകട്ടെ എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ നീ ശീലോഹാമിൽ പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ ഈ സൃഷ്ടിയുടെ നവീകരണത്തിൽ എനിക്കും പങ്കുണ്ട്. എൻ്റേതായ പങ്ക് ഞാൻ വഹിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. നീ ശീലോഹാമിൽ പോയി കഴുകണം. യേശുതമ്പുരാൻ അവനോട് പറഞ്ഞപ്പോൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി അവൻ ശീലോഹാമിലേക്ക് പോയി കഴുകി. അബ്രഹാമിൻ്റെ വിശ്വാസം, പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസം, ദൈവമേ അവിടുന്ന് എന്ത് കൽപ്പിക്കുന്നു അതുതന്നെയാണ് ഞാൻ അനുവർത്തിക്കുവാൻ പോകുന്നത്, അതിനപ്പുറമായി എനിക്കൊരു ചിന്തയില്ല, എനിക്കൊരു സംശയമില്ല. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി കർത്താവ് പറഞ്ഞതനുസരിച്ച് അതിനെ അവൻ്റെ ബുദ്ധി കൊണ്ട് വിചിന്തനം ചെയ്യാതെ ആലോചിക്കാതെ ദൈവികമായ സൗഖ്യം പ്രാപിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എലീശ പ്രവാചകൻ നയമാനോട് പറയുന്നു, നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ നീ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണം. അവിടെ പറയുന്ന നയമാൻ ക്രുദ്ധനായി, മറ്റുള്ള നദികളേക്കാൾ എന്ത് ശ്രേഷ്ഠതയാണ് ഈ യോർദാൻ നദിക്കുള്ളത്? എനിക്ക് എൻ്റെ നാട്ടിൽ പോയി മുങ്ങിയാൽ പോരെ, ഞാൻ മുങ്ങിക്കുളിക്കാൻ വേണ്ടി യോർദാൻ നദി വരെ വരണോ? പ്രിയമുള്ളവരെ, എങ്കിലും അവസാനം അവൻ്റെ ദാസന്മാരുടെ വാക്ക് കേട്ടവൻ അനുസരിച്ചു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം യാതൊരു സംശയവും കൂടാതെ പൂർണ്ണമായ വിശ്വാസത്തിൽ ഇവിടെ കുരുടനായ മനുഷ്യൻ ശീലോഹാമിൽ പോയി കഴുകിയപ്പോൾ ഈ സൃഷ്ടിയുടെ നവീകരണത്തിൽ എൻ്റെ ദൈവം എന്നെയും പങ്കാളിയാക്കുന്നു എന്ന്
നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവികമായ ഒരു കഴുകൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നാലാമതായിട്ടൊരു ചിന്തയൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ആത്മീയമായ ഉൾക്കാഴ്ച പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ബാഹ്യമായ കണ്ണില്ലാതിരുന്ന ഈ മനുഷ്യനുണ്ടായ ഒരാത്മീയമായ ഉൾക്കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ബാഹ്യമായ കണ്ണുണ്ടായിട്ടും യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുന്നു, കണ്ണുണ്ടായിട്ടും എന്തേ നിങ്ങൾ കാണുന്നില്ല? കാതുണ്ടായിട്ടും എന്തേ നിങ്ങൾ കേൾക്കുന്നില്ല? ദൈവികമായ നന്മകളെ കാണുവാൻ തക്കവണ്ണം ആത്മീയമായ ഉൾക്കാഴ്ച പ്രാപിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിൻ്റേതായ അനുഭവത്തിൽ കിടക്കുന്നതായ ഞാൻ പശ്ചാത്താപത്തിൻ്റെ ചെളി കുഴച്ച് അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ശീലോഹാം കുളത്തിൽ എന്നെ തന്നെ കഴുകി വെടിപ്പാക്കുവാനായിട്ട് സാധിക്കണം. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പാപത്തിൽ കിടന്നുഴലുന്നതായ മനുഷ്യൻ, സഹോദര സഹോദരി, ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹമേ, ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും പാപത്തിൻ്റെ വഴിയിലേക്ക് പോയ ഞാൻ ആ പാപത്തെക്കുറിച്ച് അനുതപിക്കുവാൻ എനിക്ക് സാധിക്കണം, പശ്ചാത്തപിക്കുവാൻ സാധിക്കണം. ഇവിടെ ചെളി കുഴച്ച് പശ്ചാത്താപമാകുന്ന ചെളി കുഴച്ചവൻ കണ്ണിൽ തേച്ചു. എന്നിട്ട് പറഞ്ഞു, നീ അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകണം. എവിടെ? ശീലോഹാം കുളത്തിൽ പോയി അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകണം. അങ്ങനെ കഴുകുമ്പോൾ മാത്രമാണ് ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തുവിനെ നിനക്ക് കാണുവാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാവുകയുള്ളൂ. സത്യം മനസ്സിലാക്കുവാനും സത്യത്തിനു വേണ്ടി സംസാരിക്കുവാനും ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ഈ വിഷയം സംബന്ധിച്ച് തർക്കിക്കുവാനുമുള്ള ആർജവവും പരിജ്ഞാനവും ഈ കുരുടനായ മനുഷ്യൻ ലഭിച്ചത് ഈ ദൈവികമായ ഉൾക്കാഴ്ച കൊണ്ടാണ്. ഇത് കണ്ണിൻ്റെ മാത്രം കാഴ്ചയല്ല, ആത്മീയമായ ഉൾക്കാഴ്ചയാണ്, സത്യത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. അറിവിൻ്റെ പ്രകാശം അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നീക്കിക്കളഞ്ഞ് അറിവിൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു മാറ്റമാണ് എനിക്കും നിങ്ങൾക്കും ഈ സൗഖ്യദാനത്തിലൂടെ യേശു തമ്പുരാൻ നൽകുന്നതായ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. ഇവിടെ 2-3 പ്രത്യേകതകൾ നമുക്ക് കാണാം. അവൻ കാഴ്ച പ്രാപിച്ചപ്പോൾ അവൻ സത്യത്തിൻ്റെ പ്രഘോഷകനായി. അവൻ തർക്കിക്കുകയാണ്, എന്നെ സൗഖ്യമാക്കിയത് ഇവൻ തന്നെയാണ്, അവനൊരു സാധാരണ മനുഷ്യനല്ല, അവനൊരു പ്രവാചകനാണ്, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് അവൻ സത്യത്തിൻ്റെ പ്രസംഗകനായി മാറുകയാണ്. അവൻ സത്യത്തിൻ്റെ വക്താവായി. മാത്രമല്ല, സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷകനായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയം കൊണ്ട് നനയ്ക്കുവാൻ പോലും കഴിയാത്ത ദൈവാനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലനക്കാരി മറിയയ്ക്ക് യേശു തമ്പുരാൻ പ്രത്യക്ഷനായി. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 12 മുതൽ നാം വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ ഇവിടെ കാണുന്നുണ്ട്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലനക്കാരി മറിയ കർത്താവിൻ്റെ കല്ലറയിലേക്ക് കടന്നുപോയി. എന്നാൽ 17-ാമത്തെ വാക്യമാകുമ്പോൾ ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രഘോഷിക്കുവാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തതും ഈ 7 ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ട മഗ്ദലനക്കാരി മറിയയാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ദൈവത്തിലേക്ക് അടുത്തു വരുന്നവരുടെ ദൈവം കൊടുക്കുന്ന വൻ കൃപകൾ എത്രയെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൾ ആദ്യത്തെ സുവിശേഷകയായിട്ട് മാറി. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവസന്നിധിയിലേക്ക് നിൻ്റെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമെങ്കിൽ ദൈവം തമ്പുരാൻ നിന്നിൽ നിന്ന് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധമായ നോമ്പിൻ്റെ പരിസമാപ്തി അടുത്ത ഞായറാഴ്ച ഹോശാന ഞായറാഴ്ചയും അതേ തുടർന്ന് കർത്താവിൻ്റെ കഷ്ടാനുഭവവുമാണ്. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ കർത്താവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഈ നോമ്പ്
നമുക്ക് അനുഗ്രഹമായി മാറുവാൻ, അവനോടൊപ്പം യാത്ര ചെയ്യുവാൻ, അവൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയാകുവാൻ, അവനോടൊപ്പം എൻ്റെ എല്ലാ സ്വാർത്ഥതകളും കുഴിച്ചിടപ്പെട്ട് ആത്മീയമായി കർത്താവിനോടൊപ്പം ഉയർക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.